സജി ചെറിയാന് ഗെറ്റൗട്ട് അടിച്ചിരിക്കുകയാണ് വി ഗോവിന്ദനും പിണറായി വിജയനും. മൂന്നാം തവണയും അധികാരം പിടിക്കാമെന്ന CPM സ്വപ്നങ്ങൾ തകർത്ത കാബാലികനാണ് സജി ചെറിയാൻ എന്നാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒരുപോലെ പറയുന്നത്. ലോക്സഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ പ്രചാരണത്തിന്റെ കേന്ദ്രബിന്ദു മാറിയത് തിരിച്ചടിയായി എന്ന നിലയിൽ വിലയിരുത്തൽ ഉണ്ടായിട്ടും CPMലെ നേതാക്കളുടെ വിടുവായുത്തം പ്രശ്നം വഷളാക്കുന്നുവെന്ന് ഇടതുമുന്നണിയിൽ വികാരം ശക്തമാകുന്നുണ്ട്. വികസനത്തെക്കുറിച്ചും ഇടതുമുന്നണി സർക്കാർ 10 വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കാൻ ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകൾ ആരംഭിക്കാനിരിക്കെ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ മുന്നണിയുടെ ലക്ഷ്യത്തെ തന്നെ തകർക്കുന്നതായി ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതോടെയാണ് പിണറായി വിജയന്റെ അടക്കം നിയന്ത്രണം നഷ്ടമായി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. NSS, SNDP ജനറൽ സെക്രട്ടറിമാർ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പരസ്യമായി രംഗത്തു വരികയും UDF ക്യാമ്പിനെ വെട്ടിലാക്കുകയും ചെയ്തിരുന്ന സമയത്ത് അവർക്ക് ആശ്വാസമായത് കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ നടത്തിയ പ്രസ്താവനയാണ് എന്നാണ് മുന്നണിക്കുള്ളിലെ പൊതുവികാരം. തിങ്കളാഴ്ച പ്രതിരോധത്തിലായിരുന്ന കോൺഗ്രസിന് അന്നു തന്നെ സജി ചെറിയാന്റെ പ്രസ്താവന ആയുധമായി മാറി. സത്യത്തിൽ UDFനെ രക്ഷിക്കുന്ന വാക്കുകളായി മാറി എന്ന് കാണാൻ സാധിക്കും. കാസർഗോഡ് വിജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയത ആര് വളർത്തുന്നുവെന്ന് അറിയാമെന്ന തരത്തിൽ ലീഗിനെതിരെ നടത്തിയ പ്രസ്താവനയ്ക്ക് മാധ്യമങ്ങൾ അതിന് വലിയ പ്രചാരവും നൽകിയതോടെ അത് CPMനെയും ഇടതുമുന്നണിയെയും തീർത്തും പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും ഒരു ലക്ഷ്യബോധവുമില്ലാതെ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനയിൽ CPM നേതൃത്വത്തിന് കടുത്ത എതിർപ്പുണ്ട്. നേരത്തെ സമാനമായ രീതിയിൽ AK ബാലൻ നടത്തിയ ഒരു പ്രസ്താവന വലിയ വിവാദമായിരുന്നു. ഒടുവിൽ അതിൽ നിന്ന് തലയൂരാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്ത് എത്തേണ്ടിയും വന്നു. അതിന്റെ ക്ഷീണം മാറ്റും മുൻപ് അടുത്ത വിവാദം കെടുത്തേണ്ട ചുമതല വീണ്ടും പിണറായി വിജയനിലെത്തി. ഈ നില തുടരാൻ അനുവദിക്കരുതെന്ന് CPI ഉൾപ്പെടെയുള്ളവർ CPMനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സജി ചെറിയാൻ ഈ മന്ത്രിസഭയിലെത്തിയ കാലം മുതൽ ഇടതുമുന്നണിക്കും CPMനും തലവേദനയാണ്. ആദ്യം ഭരണഘടനയെക്കുറിച്ച് നടത്തിയ പ്രസ്താവന വിവാദമാവുകയും അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോലും നഷ്ടപ്പെടുന്ന അവസരം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ എത്തുകയും എല്ലായ്പ്പോഴും സർക്കാരിനെയും പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ശരിയായ കാര്യമാണെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാൻ അറിയാതെ ആകെ പ്രശ്നം സൃഷ്ടിക്കുകയാണ്. ഇതിന് കർശന നിയന്ത്രണം കൊണ്ടുവരുമെന്ന് പിണറായി വിജയൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചാനൽ മൈക്കുകൾ കാണുമ്പോൾ മന്ത്രിമാരും നേതാക്കളും വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നത് മൂലം CPMന് അനുകൂലമായി വരേണ്ട പലതും ചർച്ചയാകുന്നില്ലെന്ന വികാരവും അണികൾക്കിടയിലുമുണ്ട്. മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി കഴിഞ്ഞ ദിവസം തലശ്ശേരി കലാപവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ സഹോദരനെതിരെ നടത്തിയ ആരോപണത്തെ വേണ്ട വിധം പ്രതിരോധിക്കാൻ കഴിയാതെ പോയത് ഇങ്ങനെയാണ്. കലാപം അന്വേഷിച്ച ജസ്റ്റിസ് വിധേയത്തിൽ കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ധരിച്ചാണ് ഷാജി അക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. കലാപം അഴിച്ചുവിട്ട RSS പ്രവർത്തകർ പിണറായിയിലെ പാറപ്പുറത്തുണ്ടായിരുന്ന ഒരു പള്ളി പൊളിച്ചു മാറ്റിയെന്നും അതിനെ പിണറായിയുടെ സഹോദരൻ ചെയ്തുവെന്ന തരത്തിൽ വ്യാഖ്യാനിച്ച് സംഘപരിവാറിന് ക്ലീൻ ചീറ്റ് നൽകാനാണ് ഷാജി ശ്രമിച്ചതെന്ന വാദമാണ് CPM കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. ഇവ ചർച്ചയാക്കാൻ പോലും തയ്യാറാകാതെ ചിലർ നടത്തുന്ന വിടുവായുത്തം അവസാനിപ്പിച്ചേ തീരുവെന്ന അന്ത്യശാസനം നേതാക്കൾ നൽകി കഴിഞ്ഞു.